പൂരം ഒരുങ്ങുകയായി. പൂരാവേശം കേരളക്കരയിൽ ഒരുങ്ങുകയായി. അതെ, ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിശ്വനാഥ ചൈതന്യം നക്കരക്കുന്നിന്റെ മുകളിൽ വിശ്വാസ തേജസ്സായി നിലകൊള്ളുമ്പോൾ ഇതാ ആ സത്യ ചൈതന്യമൂർത്തിയെ സാക്ഷിയാക്കി ഒരുങ്ങുന്നു വീണ്ടും തിരുനക്കര പൂരം. തിരുനക്കരയുടെ മണ്ണിന്റെ ആവേശം 2024 തിരുനക്കര പൂരം. ഇതാ ഗുരുവായൂരപ്പന്റെ പൊന്നോമന ഗുരുവായൂർ പത്മനാഭൻ രചിച്ച ചരിത്രത്തിന് തുടർച്ച നൽകിക്കൊണ്ട് അവതരിക്കുന്നു ഗുരുവായൂരപ്പന്റെ ഗജപൗരുഷം. ഗുരുവായൂർ ദേവസ്വം വലിയ കേശവനും ഇന്ദുതല മുടിയിൽ ചൂടിയ ഭഗവാന്റെ ഭക്തവത്സലനായ ത്രിലോചനായി വാഴുന്ന മണ്ണിൽ അഴകിന്റെ മൂർത്തിഭാവമായി എഴുന്നള്ളി നിന്നവൻ പൂരങ്ങളുടെ പൂരത്തിന്റെ പൂരനായകനായിരുന്ന വീരപ്രമാണി സാക്ഷാൽ കളഭകേസരി തിരുവമ്പാടി ശിവസുന്ദരം വന്നിറങ്ങിയ മണ്ണാണിത്, തിരുനക്കരയുടെ മണ്ണ്. അതെ, അവന്റെ പെട്ടകമാണിത്. ഭഗവാനോടൊപ്പം അലയടിച്ചുയരുന്ന പൂരത്തിന് വീണ്ടും ഈ നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ ആലസ്യകാലത്തിന്റെ വിശ്രമവുമായി ദേവരോടൊപ്പം മതിലകത്തുണ്ടവൻ. മാറ്റങ്ങളില്ലാത്ത മാതംഗ പ്രജാപതിയായി തിരുനക്കര അടക്കി വാഴുന്ന താരസൂര്യൻ. തിരുവൈക്കത്തപ്പന്റെ ഉത്തമ പീഠം എന്നതിന് അക്ഷരം തെറ്റാത്ത മറുപടി. ആലസ്യമില്ലാത്ത കാലത്തെല്ലാം ആവേശത്തോടെ ഈ പൂരം നയിക്കുന്ന തിരുനക്കരയുടെ നായകൻ നന്ദികേശൻ പുറമേറി നക്കര കുന്നിൽ വാഴുന്ന ഭൂലോക ബാലകന്റെ മാനസപുത്രൻ. തിരുവൈക്കത്തപ്പന്റെ തിടമ്പേറ്റാൻ പിറന്ന ശിവപുത്രൻ ഗജരാജ പഞ്ചാനനൻ തിരുനക്കര ശിവൻ. ഒരുങ്ങുകയാണ് പൂരം. 2024 തിരുനക്കര പൂരം. 23 ഈ പുണ്യഭൂമിയിൽ തിരുനക്കര തേവരുടെ പൊൻകിടം പേറ്റിയ ആ കരിവീരൻ ഇന്ന് നമ്മളോടൊപ്പമില്ല. ഈ പുണ്യഭൂമിയിൽ തേവർ മകന്റെ അഭാവത്തിൽ ആലസ്യകാലത്ത് നിൽക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ പകരം ആ നായക സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് തേവർ മകനോടും അനുവാദം ചോദിച്ച് ഭഗവാന്റെ അനുമതിയും വാങ്ങി എല്ലാ കാലത്തും ഈ പൂരസദസ്സുകളിൽ നിറഞ്ഞു നിന്നിരുന്ന അക്ഷരനഗരിയുടെ വീരജാതകം കളഭകേസരി മാതംഗ ചിത്രാധിപതി സാക്ഷാൽ ഭാരത് വിനോദിന്റെ അകാലത്തിലുള്ള ഈ വിടപറച്ചിലിന് ഒരായിരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മുഴുവൻ പൂരപ്രേമികളെയും ആ ഒരു നിമിഷത്തിലേക്ക്, ഓർമ്മകളിലേക്ക് പ്രാർത്ഥനകളോടുകൂടെ സാദരം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് 2024 തിരുനക്കരത്തേവരുടെ പൊൻപൂരം. ഒന്നാമനായി പടികടന്നിറങ്ങി വരികയാണ് ഒരു വീരനായകൻ. അതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ആഘോഷിക്കുന്ന തിരുനക്കര പൂരത്തിന് അണിചേരുവാൻ ഇനിയിതാ കടന്നു വരികയാണവൻ. ആന കേരളത്തിന്റെ വെടിത്തട്ടിൽ ആവോളം രാജകീയതയുടെ പര്യായം രചിച്ച വീരനായകൻ. താരങ്ങളുടെ ഇരുകയും നീട്ടി സ്വീകരിച്ച മധ്യ കേരളത്തിന്റെ മാനസപുത്രൻ ഗജരാജ ശ്രേഷ്ഠൻ കുന്നുമ്മൽ പരശുരാമൻ. അതെ, തിരുനക്കരയുടെ പൂരാവേശത്തിന് വേറിട്ട ചന്തം നൽകിക്കൊണ്ട് സായാഹ്ന സൂര്യനെ സാക്ഷിയാക്കി പടിക്കെട്ടുകൾ ഇറങ്ങി വരികയാണവൻ. ഏതു കണ്ണിന്റെ മുന്നിലും തികവാർന്ന ആനച്ചന്തത്തിന്റെ സൗമ്യതയും സൗന്ദര്യ മഹിമയും നിറയ്ക്കുന്ന ഏഴഴകുള്ള കൊമ്പനാനയാണിവൻ. ആവേശങ്ങൾക്ക് വേറിട്ട അർത്ഥം രചിച്ചുകൊണ്ട് പൂരങ്ങളാകുന്ന പൂരങ്ങൾ കൂടി ആഘോഷം അലങ്കാരമാക്കുന്നവരാണിവൻ. തിരുവിതാംകൂറിന്റെയും തിരുക്കൊച്ചിയുടെയും പടക്കളങ്ങളിൽ തികഞ്ഞ ചിട്ടയുമായി എഴുന്നള്ളി നിൽക്കുന്നവൻ ഇതാ തിരുനക്കര പൂരത്തിലേക്ക് വന്നിറങ്ങുന്നു ഗജരാജ ശ്രേഷ്ഠൻ കുന്നുമ്മേൽ പരശുരാമന്. 2024
കാത്തിരിക്കുന്ന തിരുനക്കര ദേവരുടെ പൊന്മണ്ണിനെ പുളകം കൊള്ളിച്ചുകൊണ്ടിതാ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണ് കരിമണ്ണൂർ ഉണ്ണി. പൂരത്തിന്റെ ആരവം നിഴങ്ങി നിൽക്കുന്ന തിരുനക്കര ദേവരുടെ പൊന്മണ്ണിനെ പുളകം കൊള്ളിച്ചുകൊണ്ടിതാ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണവൻ. കാത്തിരിക്കുന്ന പൂരങ്ങളിൽ ആരവം വിരിയിക്കുവാൻ ഒരുങ്ങുന്ന മധ്യ കേരളത്തിന്റെ മാതംഗ വിസ്മയം. മാറ്റുകുറയാതെ കാക്കുന്ന കാലത്തോട് വിജയങ്ങൾ കൊണ്ട് ആദരവ് അർപ്പിച്ച വീരനായകൻ ആഘോഷപ്രിയനായ തിരുനക്കര ദേവരെ തൊഴുതു മടങ്ങിയത പൂരം കൂടുവാൻ കടന്നു വരുന്നു ഉണ്ണി. തെക്കൻ മണ്ണിലേക്ക് വന്നെത്തിയപ്പോൾ കൊമ്പന്മാരിലെ കരിവീര തേജസ്സായി നിറനിറയുന്ന താരമായ ഉണ്ണി വരികയാണ്. തിരുനക്കര ദേവരുടെ മണ്ണിൽ ആരവത്തിന്റെ പൊൻവസന്തം നിറച്ചുകൊണ്ട് കടന്നു വരുന്നു ഗജരാജകേസരി കരിമണ്ണൂർ ഉണ്ണിക്കും സാരഥിമാർഗം തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. വടക്കൻ മലനിരകൾ കടന്നു വന്ന മാമക മലയാളത്തിന്റെ മനം കവർന്ന മറ്റൊരു കാർവർണ്ണൻ ദേവരുടെ ഗോപുരവാതിൽ കടന്ന് അവതരിക്കുകയാണവൻ. ഗജകേസരി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടി. അതെ, പേരും പെരുമയും നിറഞ്ഞ വീരന്മാർക്ക് ആരവത്തിന്റെ സ്വാഗത ഹർഷം നൽകിയ പാലായുടെ മണ്ണിലെ പ്രൗഢിയുള്ള ഗജനായകൻ. ഏതു മണ്ണിലും ഏതു കണ്ണിന്റെ മുന്നിലും തികവാർന്ന ആനച്ചന്തം എന്തെന്ന് കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന അഴകാർന്ന ധീരപുരുഷൻ. ചന്തം തന്റെ വജ്രായുധമാക്കി മാറ്റി ചരിത്രം തന്നിലൂടെ രചിക്കുവാൻ കോട്ടയം പട്ടണത്തിന്റെ മടിത്തട്ടിൽ എഴുന്നള്ളി നിൽക്കുകയാണവൻ. നിയോഗത്തിന്റെ കൈവന്ന രാജസൂയങ്ങളിലൂടെ അലങ്കരിച്ച വീഥികൾ അടക്കി ഭരിക്കുവാൻ തന്റെ പ്രിയ സാരഥി ജയന്റെ കൈകൾ പിടിച്ചു വന്ന ശ്രീകൃഷ്ണ നാമധാരി വ്യത്യസ്തതയുടെ ആനയഴകിന്റെയും നേർരൂപമായാണൊരുത്തൻ ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും സാരഥിമാർഗം തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കടന്നു വരുന്നു ശ്രീ വല്ലഭദാസൻ കലിയുഗ സുന്ദര കളഭശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ. വരികയാണ് വടക്കു പിറന്നവർ അടക്കിമാണ് ചരിത്രമുള്ള മലയാള മണ്ണിലേക്ക് കടന്നു വരികയാണവൻ. അക്ഷരനഗരിയിലേക്ക് വന്നു ചേർന്ന ആടുങ്ങൾ ബാണം മീനച്ചിലാറിന്റെ കരയിൽ ആവേശത്തോടെ നിലകൊണ്ടവൻ. ചരിത്രമിറങ്ങുന്ന തിരുവല്ലയിലേക്ക് ചുവട് വച്ചപ്പോൾ ഇരുകയും നീട്ടി സ്വീകരിച്ച തിരുവല്ലാഴത്തപ്പന്റെ മാനസപുത്രൻ ഭഗവാന്റെ ജയരാജനോടൊപ്പം ചുവട് വച്ച തിരുവല്ലയിൽ വരുന്ന മറ്റൊരു മാതംഗ ശ്രീമാൻ ജയചന്ദ്രൻ എന്ന പേരുകേട്ട കൊമ്പൻ നെഞ്ചും വിരിച്ചു നിന്ന തിരുവല്ല ദേശത്തിന്റെ ഇന്നത്തെ മാതംഗ സേനാനി തന്റെ പ്രിയ സാരഥി തെങ്ങണ ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ പൂരാവേശത്തിലേക്ക് കടന്നു വരികയാണവൻ. ഗജകേസരി ചുരൂർ മഠം രാജശേഖര നിനക്കൊരായിരം സ്വാഗതം. അതെ, ഇവൻ ദേശിംഗനാടിന്റെ ആനപ്പെരുമയ്ക്ക് ആവോളം ഗജമഹിമ പങ്കു ചേർന്ന ധീരനായകൻ. തിരുനക്കരയുടെ പൂരം കൂടുവാൻ ഇറങ്ങിത്തിരിച്ച കൊല്ലംകാരിൽ പേരും പെരുമയും അകമ്പടിയാക്കിയവൻ. കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടത്താവിള രാജശേഖരൻ. ശ്രീഭൂതനാഥൻ വാഴുന്ന മണ്ണിൽ നിന്നും നമശിവായ മന്ത്രം എടുക്കുന്ന തിരുനക്കരയുടെ വിരിമാറിലേക്ക് ഇതാ കടന്നു വരികയാണ് തടത്താവിളയുടെ താരസൂര്യൻ. എണ്ണം പറഞ്ഞ കേമന്മാരെ എന്നുമെന്ന് മലയാള മണ്ണിന് പരിചയപ്പെടുത്തിയ കൊല്ലം മണ്ണിന്റെ മറ്റൊരു വാഗ്ദാനം
തെക്കൻ നാട്ടിൽ നിന്ന് പതിവായി പൂരങ്ങളുടെ പൂരം കൂടുന്ന താരനായകന്മാരിൽ പ്രമാണി വടക്കിന്റെ പൂരപ്പറമ്പുകൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ഗജരാജ മഹിമയുമായി തെക്കൻ മലയാളത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നവൻ തിരുനക്കരയുടെ പൊൻതിളക്കമായ ജോസ്കോ ജൂബിലേറ്റ് സമർപ്പിക്കുന്ന തിരുനക്കര പൂരത്തിന് ആരംഭം ഒരുക്കിക്കൊണ്ട് വെളിയം രാജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണവൻ. കളഭ കേസരി കടത്താവിള രാജശേഖരനും സ്വാഗതം. തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം. പട്ടത്താനം സ്കന്ദൻ. ഇവൻ പട്ടത്താനം സുബ്രഹ്മണ്യ സ്വാമിയുടെ മാനസപുത്രൻ. തിരുനക്കരയുടെ ആവേശത്തിന് നികമാർന്ന യൗവനം കൊണ്ട് പ്രഭ നിറയ്ക്കുവാൻ കടന്നു വരികയാണവൻ. പൂരപ്പെരുമയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചോട് ചേർക്കുവാൻ കച്ച മുറുക്കി ഇറങ്ങുന്ന യുവരാജാവ്. കലക്കോട് വിഷ്ണുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ തിരുനക്കര തേവരുടെ പൊൻമടിത്തട്ടിൽ തിളങ്ങി വിളങ്ങി നിൽക്കുവാൻ കടന്നു വരികയാണവൻ. പൂരപ്പെരുമയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചോട് ചേർന്നവൻ. പേരുകേട്ട താരങ്ങളെ മലയാള മണ്ണിൽ എഴുന്നള്ളിച്ചു നിർത്തിയ പട്ടത്താനത്തിന്റെ മണ്ണിലെ തമ്പുരാൻ കുട്ടി. പട്ടത്താനം എന്ന പേരിനാണ് കേരളത്തിന്റെ ആവേശത്തിന്റെ വിലാസം സമ്മാനിച്ച ഗജകുമാരൻ കടന്നു വന്നിരിക്കുന്നു. ആവേശത്തിന്റെ തിരുനക്കര പൂരം കൂടുവാൻ ആദ്യമായി ഇവൻ ഗജകുമാരൻ പട്ടത്താനം സ്കന്ദ. സ്വാഗതം തിരുനക്കര പൂര വിസർജനത്തിലേക്ക്. സ്വാഗതം, സുസ്വാഗതം. തിരുനക്കര പൂരം ആരംഭമായി സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നുണ്ട് പാലായുടെ രാജകേസരി. അതെ, ഏതൊരു പൂരത്തിനും ആരംഭം പകരുന്ന താരപ്രഭയുമായി ആന കേരളത്തിന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്ന സൗന്ദര്യ തിലകം. തിരുനക്കര പൂരം കൂടുവാൻ ഇതാ ചരിത്രമിറങ്ങുന്ന നക്കര കുന്നിന്റെ പൂരഭൂമിയിൽ അവതരിക്കുകയാണവൻ. പറയുവാൻ ഏറെയുള്ള ചരിത്രവും പ്രൗഢിയും നിറയുന്ന ഉണ്ണിപ്പള്ളിയിലെ കൊമ്പനാന ഗജരാജ കേസരി ഉണ്ണിപ്പള്ളി ഗണേശൻ. അതെ, വരികയാണവൻ, വരികയാണ്. തന്റെ സാരഥി വാടാനപ്പള്ളി സുനിയുടെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. ഒരു തലമുറയുടെ ഒന്നാകെ ആവേശം. ഒരു കാലത്താണ് കേരളത്തിൽ നിറനിറച്ചവൻ. മധ്യ കേരളത്തിന്റെ മടിത്തട്ടിലെ ഒരുപിടി യുവത്വത്തെ ആനക്കമ്പത്തിലേക്ക് ആനയിച്ച ചരിത്രമുള്ളവൻ. തിരുവൈക്കത്തും ഏറ്റുമാനൂരും തൃപ്പൂണിത്തുറയിലും എറണാകുളത്തും അങ്ങനെ പേരുകേട്ട പൂരപ്പറമ്പുകളിലെല്ലാം താരമായി എഴുന്നള്ളി നിന്നവൻ. ആർക്കു മുന്നിലും അടിയറോ പറയാത്ത ആണത്തത്തിന്റെ നേർരൂപമായി ആവേശമായി ഗജപ്പിറവിയായി താരങ്ങൾ കാണിച്ചു തന്നവൻ. ഇതാ ഉണ്ണിപ്പള്ളി തറവാടിന്റെ നാമവും ആന കേരളത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം നിലനിർത്തുന്ന ആനപ്പിറപ്പ് സാക്ഷാൽ ഗജരാജ കേസരി ഉണ്ണിപ്പള്ളി ഗണേശനും. തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പൂരം കൂടുവാൻ അങ്ങ് ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും കടന്നു വന്നിരിക്കുകയാണവൻ. അതെ, തിരുനക്കര പൂരത്തിന്റെ പതിവുകാരനായി ഈ പടിക്കെട്ടുകൾ ഇറങ്ങി ശീലിച്ച കലപൂരിന്റെ കരുവീര പുത്രൻ ഗജമുഖ ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി. വരികയാണ്. വർഷങ്ങളേറെയായി തന്നെ കൈപിടിച്ച് വഴി നടത്തുന്ന സാരഥി മാരാരിക്കുളം റജിയുടെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും തിരുനക്കര പൂരം കൂടുവാൻ തേവരുടെ മണ്ണിലേക്ക് എഴുന്നള്ളി വരികയാണവൻ. ഒരു കാലത്ത് അക്ഷരനഗരിയുടെ അഭിമാനമായി നിലകൊണ്ട് നിന്നിരുന്ന വീരനായകൻ അക്ഷരനഗരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരുപിടി മഹിമകൾ പകരം നൽകി കരപ്പുറത്തിന്റെ മണ്ണ് സ്വീകരിച്ച സുന്ദര ഗജരാജൻ അരങ്ങിലെ താരമായും ആവേശത്തിന്റെ പ്രതിപുരുഷനായും മാറുവാൻ നിമിഷാർത്ഥ നേരം മാത്രം മതിയെന്ന് കാണിച്ചു തന്നവൻ. അതെ, വന്നു ചേരുകയാണ് പാർത്ഥസാരഥി. അലയടികൾ ആറാടുന്ന മാരാരിയെ മഹാദേവന് ശിരസിൽ പാർത്ഥസാരഥി വീണ്ടും തിരുനക്കര പൂരത്തിന്റെ ആവേശം തന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ ഈ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരുന്നു. കലവൂരിന്റെ തമ്പുരാൻ ഗജമുഖ ഭീമൻ കുളമാക്കി
വിശ്വാസത്തിന്റെ വരും കാലവും തനിക്ക് സ്വന്തമെന്ന് അടിപറയിട്ട് തെളിയിച്ചൊന്നാന്തരം ആൺപിറപ്പ് തെക്കിന്റെ ചുള്ളൻ. അതെ, ഈ മണ്ണിലേക്ക് വരികയാണവൻ. മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ. ഗന്ധർവന്റെ നാടെന്ന പേരുകേട്ട മുതുകുളത്തിന് ചന്തത്തിന്റെ മറ്റൊരു നേർരൂപം പകരുവാൻ പിറവികൊണ്ടവൻ. സൗന്ദര്യത്തിന്റെ കാർവർണ്ണം തന്റെ മേനിയിൽ വാരി ചൂടി യുവരാജാക്കന്മാർക്കിടയിൽ താരമാകുന്നവൻ. കുട്ടിനെറ്റിപ്പട്ടം കെട്ടി കുട്ടിത്തത്തിന്റെ ശൈലിയിൽ കൂടൽ മാണിക്കത്ത് സംഗമേശത്തിന് ഉള്ളാനയായി നിന്നവൻ. പേരുകേട്ട പൂരങ്ങളിലേക്ക് നേരോടെ ചുവടുമറ്റ് തന്റെ ഭാവികാലം ശോഭനമാക്കുന്നവൻ. അതെ, യുവരാജാക്കന്മാരെ എന്നും ഇരുകയും നീട്ടി സ്വീകരിച്ച ചരിത്രമുള്ള അക്ഷരനഗരിയുടെ വീതിമാറിലേക്ക് ഇതാ കടന്നു വരികയാണവൻ. ഗന്ധർവന്റെ നാട്ടിലെ ചന്തമുള്ള സുന്ദരൻ യുവകുമാരൻ മുതുകുളം കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ. ചരിത്രം തന്നെ തിരുനക്കര തേവരുടെ ഗോപുരവാതിൽ കടന്ന് അവതരിക്കുന്നു കോട്ടേക്കാടിന്റെ വീരനായകൻ. അതെ, അക്ഷരനഗരിക്ക് എന്നും ഒരു പിടി ആനച്ചന്തങ്ങളെ അഭിമാനപൂർവ്വം സമ്മാനിച്ച കോട്ടേക്കാട് നാടിന്റെ വീരപുത്രൻ വരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ഗജരാജൻ കോട്ടേക്കാട് രാജശേഖരൻ. അതെ, ഇവൻ ആരവങ്ങൾ പലതിനും സാക്ഷ്യം വഹിച്ച അക്ഷരനഗരിയിൽ പലകുറി ചരിത്രം രചിച്ചവൻ. മധ്യ കേരളത്തിന്റെ ഏത് മണ്ണിലും താരമായി നിൽക്കുവാൻ തിളക്കമുള്ള സൗന്ദര്യം അകമ്പടിയാക്കിയവൻ. തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശം നിറച്ചും ആഘോഷത്തിലെ ഗതഭേരി മുഴക്കിയും താരമായി നിന്നവൻ. ചന്ദ്രകലാധരനായ തിരുനക്കര തേവരുടെ പൂരത്തിൽ മാനയൂട്ടിനും വന്നെത്തി പലകുറി പഠിക്കട്ടിറങ്ങിയ ചരിത്രമുള്ളവൻ. അതെ, തിരുനക്കരയുടെ സുവർണ പ്രതീകമായി നിലകൊള്ളുന്ന ജോസോ ജുവലേഴ്സ് വീണ്ടും പൂരം ഭഗവാന് കാഴ്ചവെക്കുമ്പോൾ പതിവുകാരനായി സാരഥി കോട്ടയം അഖിലിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ് രാജശേഖരൻ. ഗജരാജൻ കോട്ടേക്കാട് രാജശേഖരൻ. കൂടുവാൻ കാത്തു നിൽക്കുമ്പോൾ ഇനി ഇതാ തെക്കു നിന്നൊരു പൂരപ്രമാണിയുടെ വരവ്. അതെ, ഇവൻ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയുടെ നായകൻ കടന്നു വരുന്നു. ആനയടി ഗജമേളയുടെ അമരക്കാരൻ, ആനയടി തേവരുടെ ആര്യമ്മൻ പുത്രൻ, നരസിംഹപ്രിയൻ, ആനയടിക്കാരൻ അപ്പു. വരികയാണ് മണ്ണിന്റെ ആരവങ്ങൾക്ക് മറ്റൊരാവിർഭാവം പകരുവാൻ അങ്ങ് തെക്കൻ തട്ടകത്തിൽ നിന്നും വന്നു ചേരുകയാണവൻ. ആ വേഷത്തിന്റെ മിഴി തുറക്കുന്ന ആനയടിയുടെ മണ്ണിൽ നിന്നും അക്ഷരനഗരിയുടെ പെൺപൂരം കൂടുവാൻ സാരഥി ഹരിപ്പാട് വിജയന്റെ കൈകൾ പിടിച്ചു കടന്നു വരികയാണവൻ. ഭക്തപ്രഹ്ലാദന് ജന്മരക്ഷ നൽകി തൂണു പിളർന്ന് അവതരിച്ച നരസിംഹമൂർത്തിയുടെ ആര്യമ്മൽ പുത്രൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസാഗരം അലയടിക്കുന്ന സായന്തനത്തിൽ നാട് കാണാൻ ഇറങ്ങുന്ന ഭഗവാന് പീഠം തീർക്കുന്നവൻ. നേടിയെടുത്തതെല്ലാം ആദരവോടെ നരസിംഹപാദങ്ങളിൽ സമർപ്പിക്കുന്ന വിനീതദാസൻ. അതെ, ആണത്തം ചീകി മിനുക്കി ആനയടിയിൽ വളരുന്ന വീരനായകൻ. പൂരം കാണാൻ വരുന്ന പുരുഷാരത്തെ ആവേശഭരിതമാക്കി ഇതാ കടന്നു വരികയാണവൻ. തെക്കൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഗജസംഗമ ഭൂമിയുടെ നേരവകാശി നരസിംഹദാസൻ ആനയടി അപ്പു. തിരുനക്കര തേവർക്ക് അഭിമാനമായി സമർപ്പിക്കുന്ന പൂരത്തിൽ ഇത്തവണ അണിചേരുകയാണ് പാലായുടെ യുവരാജാവ്
ആവേശത്തിന് കാലം പോലും സാക്ഷിയായി നിൽക്കുമ്പോൾ ഇതാ കാലഘട്ടയും തെളിതാ ഈ സായന്തനത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഇനി തേവരുടെ ഗോപുരവാതിൽ കടന്ന് അവതരിക്കുകയാണ്. ദക്ഷിണ മലയാളത്തിന്റെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പ്രതിരൂപം തീർക്കുന്ന വീരപ്രജാപതി, അക്ഷരനഗരിയുടെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പെൺകൂരം കൂടുവാൻ കടന്നു വരുന്ന മറ്റൊരു താരനായകൻ ഗജരാജൻ ആമ്പാടി മഹാദേവൻ. കൊല്ലം നാടിന്റെ മണ്ണിൽ എണ്ണം പറഞ്ഞ ചന്തങ്ങൾ ആവേശപ്രഭ വിടർത്തി നിൽക്കുന്ന പുത്തൻകുളം മണ്ണിന്റെ മറ്റൊരു താരനായകൻ. പുത്തൻകുളത്തിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ അഭിമാനത്തിന്റെ വസന്തം പകരുവാൻ അവതരിച്ച താരപ്രജാപതി, ലക്ഷോപലക്ഷം മാനസങ്ങളിൽ ആവേശമായി മാറുന്ന വിശ്വപ്രസിദ്ധമായ തിരുനക്കര പൂരം കൂടുവാൻ ഇതാ അവതരിക്കുകയാണ്. സാരഥി വടക്കൻ ബിനുവിന്റെ കൈയും പിടിച്ച് അവതരിക്കുകയാണ്. പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവൻ. അതെ, അടങ്ങാത്ത ആവേശം നിറച്ചുകൊണ്ടിതാ കടന്നു വരുന്നു ദേശിംഗനാടിന്റെ തമ്പുരാൻ കുട്ടി. ആരാണ് താനെന്നും ആരവം തന്റെ രീതിയെന്നും തെളിയിച്ചിതാ കടന്നു വരികയാണവൻ. യുവരാജ കേസരി നീനാട് കേശു. വരികയാണവൻ. എളമക്കരക്കാരന്റെ കയ്യും പിടിച്ച് തിരുനക്കരയുടെ പൂരാവേശം നുകർന്നുകൊണ്ട് അക്ഷരനഗരിയുടെ ആരവം കൂടുവാൻ വരികയാണവൻ. മീനാടിന്റെ നാമം കേരളത്തിൽ അടയാളപ്പെടുത്തിയ വീരന്മാരിൽ രണ്ടാമൻ. കാലത്തിന്റെ ആവേശം തന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാക്കി തെക്കൻ മലയാളം അടക്കി വാഴുന്നവൻ. ഉത്തര മലയാളത്തിന്റെ മണ്ണിലേക്ക് ചുവടുവച്ചു തന്നെ ദക്ഷിണ മലയാളത്തിന്റെ ആവേശം കാണിക്കുന്ന യുവവീര പ്രമാണീത വരികയാണവൻ. പൂരൻ പെരുമ്പറ കൊട്ടുന്ന തിരുനക്കരയുടെ മണ്ണിൽ ആരവം നിറച്ചുകൊണ്ടിതാ എഴുന്നള്ളി വരികയാണവൻ. ഒരുപിടി യുവതാരങ്ങളാണ് നിൽക്കുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇതാ വന്നു ചേരുന്നു യുവനായകൻ മീനാട് കേശുവിനും സാരഥിമാർക്കും. തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കടന്നു വരുന്നു രാജ. തിരുനക്കരയിൽ അകമ്പടിയായി നിറനിറയുമ്പോൾ ജനഹൃദയങ്ങളെ ആരവങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങി എഴുന്നള്ളി വരുന്നു രാജ. ഇവൻ ആലപ്പുഴയുടെ ആനമഹിമയ്ക്ക് ആവോളം അലങ്കാരം ചാർത്തുന്ന കുളമാക്കിൽ തറവാട്ടിലെ മറ്റൊരു നായകൻ. ഗണേശനും പാർത്ഥസാരഥിയും ഒപ്പം ജനഹൃദയങ്ങൾ കീഴടക്കി കരപ്പുറത്തിന്റെ മണ്ണിൽ എഴുന്നള്ളി നിൽക്കുന്നവൻ. ഇനിയും ഉത്ഭവിക്കേണ്ടുന്ന രാജസൂയങ്ങളിലേക്ക് തന്റെ നാമവും എഴുതി ചേർക്കുന്ന കുളമാക്കിൽ തറവാട്ടിലെ കൊമ്പനാന കുളമാക്കിൽ രാജ. അഴകിന്റെ ചാരുതകളെല്ലാം ചേരുംപടി ചേർന്ന തനിനാടൻ സൗന്ദര്യം കടന്നു വരുന്നു. ഗജപത്മരാജ വിരാടിയാർ താമരക്കുടി വിജയൻ. അക്ഷരനഗരിയുടെ മണ്ണിലേക്ക് ആദ്യമായി വന്നു ചേരുകയാണ്. ഈ പൂരം കൂടുവാൻ, തിരുനക്കര പൂരം കൂടുവാൻ താമരക്കുടി വിജയന്റെ വരവ്. മാറ്റങ്ങളുടെ സൗരഭ്യം തന്റെ അഴകുകൊണ്ട് മാറ്റിയെഴുതി വരികയാണവൻ. പൂരങ്ങൾ പലതും കണ്ടും പൂരങ്ങൾ അനവധി കൂടിയും ആരാധകർക്ക് അടിമുടി ആവേശം പകരുന്ന നായകൻ സാക്ഷാൽ താമരക്കുടി വിജയനും സാരഥിമാർഗം. തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം. വേറിട്ട മഹിമയുമായി തിരുനക്കര പൂരം കൂടുവാൻ ഈ തവണയും വരുന്നുണ്ടൊരു താരനായകൻ. അതെ,
ലക്ഷം തെറ്റാത്ത ആവേശം കൊണ്ട് ആന കേരളത്തിന് അഭിമാനത്തിന്റെ പ്രമാണിത്വം സമ്മാനിച്ച വീരനായ തമ്പുരാൻ കടന്നു വരുന്നു. തന്റെ നാമം കേൾക്കാത്ത ആനപ്രേമികളും തന്റെ പാദം പതിയാത്ത പൂരഭൂമികളും കോട്ടയത്തിന്റെ മണ്ണിൽ ഇല്ലെന്ന് തെളിയിച്ച സഖ്യരാജകുലപതി ഐരാവത സമസൂര്യ പ്രഭാവൻ കളഭകേസരി കാഞ്ഞിരക്കാട്ട് ശേഖരൻ. അതെ, വിശ്വപ്രസിദ്ധമായ തിരുനക്കര പൂരം കൂടുവാൻ സാരഥി ഇന്ത്യത്താലം ബിരുവിന്റെ കയ്യം പിടിച്ചുകൊണ്ടിതാ കടന്നു വരികയാണ്. അക്ഷരനഗരിയുടെ നിത്യഹരിതനായകൻ, അകതാറിൽ നിറയുന്ന ആവേശങ്ങൾക്ക് ഗജമഹിമ പകരുന്ന തമ്പുരാൻ കുട്ടി. ഏതൊരു ആനക്കാലത്തിലും നിഘണ്ടുവിൽ നോക്കിയാലും ആവേശത്തിന്റെ പര്യായമായി കോട്ടയം പട്ടണം അടക്കി ഭരിക്കുന്നവൻ. കോട്ടക്കൊട്ടാരങ്ങൾക്ക് മുകളിൽ വിജയത്തിന്റെ വെള്ളിക്കൊടികളെന്നും തനിക്കന്യമല്ലെന്നും ഇതെല്ലാം താൻ ശീലിച്ച രീതിയെന്നും തെളിയിച്ചുകൊണ്ടിതാ ഈ വർഷത്തെ തിരുനക്കര പൂരത്തിൽ പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ ഇടത്തെ കൂട്ടാളിയായി നിറയുവാൻ നിയോഗം കിട്ടിയ ശേഖരന്റെ വരവ്. അതെ, ഭരിക്കാൻ കണ്ടവർ ഒരിക്കലും മറക്കാത്ത ഗജ സൗന്ദര്യത്തിന്റെ വേറിട്ട ഭാവവും പേറി ഇതാ തിരുനക്കരയിൽ അവതരിക്കുകയാണവൻ. പ്രസിദ്ധമായ കാഞ്ഞിരക്കാട്ട് മലയിലെ കൊമ്പനാന ഗജദണ്ഡ കേസരി ഗജരാജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ. തിരുനക്കരയുടെ പൂരാവേശം ജനങ്ങളിൽ പോലും ആഘോഷം പകരുമ്പോൾ ഇനി ഇതാ കിഴക്കേ ചേരുവാരത്തിന്റെ ഇടത്തെ കൂട്ടാണ് വന്നു ചേരുകയാണ്. അതെ, പകിട്ടും പ്രൗഢിയും ജനമനസ്സുകൾ കീഴടക്കുന്ന സൗന്ദര്യ മഹിമയും കൊണ്ട് ആരാധകരുടെ ഹൃദയങ്ങളെ ആവേശം പകരുന്ന കൊല്ലത്തിന്റെ വീരപുത്രൻ തിരുനക്കരയുടെ ഗോപുരവാതിൽ കൊണ്ട് അവതരിക്കുകയാണ്. ചരിത്രം പറയുവാനും ചരിത്രങ്ങൾക്ക് സാക്ഷിയാകുവാനും നിയോഗം കിട്ടിയ സുന്ദര ഗജരാജൻ ദേശിംഗ നാടിന്റെ വിരിമാറിൽ നിന്നും ആന കേരളത്തിന്റെ കോട്ട കാക്കുന്ന വീരനായകനായി കടന്നു ചെന്ന യുഗപ്പിറവി വരികയാണവൻ. സഖ്യവാരണ വീരൻ ഗജകേസരി മീനാട് വിനായകൻ. വേദികളിൽ നിന്നും വേദികളിലേക്ക് താരമായി വഴി നടക്കുന്ന സാരഥി വെളങ്ങാട്ടുകര രഞ്ജുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഈ വർഷവും തിരുനക്കര പൂരത്തിന് ആവേശം പകർന്നുകൊണ്ടിതാ അവതരിക്കുകയാണവൻ. വീരന്മാരുടെ പാദമുദ്രകൾ ഏറ്റുവാങ്ങിയ ധീര കൈരളിയുടെ സ്വന്തം കൊണ്ട് മഹിമ തീർത്ത കന്നഡ രാജകുമാരൻ മികവാർന്ന രാജസൂയങ്ങളിലേക്ക് മികവാർന്ന ചന്തമായി നെഞ്ചും വിരിച്ചു കടന്നു ചെന്ന കൊമ്പനാന ഏതു മണ്ണിന്റെ വിരിമാറിലും എണ്ണം പറഞ്ഞ എഴുന്നള്ളിപ്പ് തിടമ്പാതയായി നിൽക്കുവാൻ പോകുന്ന ധീരവസന്തം വരികയാണവൻ. അതിർത്തി നാടിന്റെ അകത്തളങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു ചെന്ന് ആവോളം ആവേശങ്ങളെ നിറച്ച മീനാടിന്റെ മാനസപുത്രൻ കുന്നോളം ആവേശങ്ങൾ നിറയുന്ന കുന്നംകുളം നാട്ടിലും വേലപ്പാടങ്ങൾക്കും കഥ പറയുന്ന വള്ളുവ നാട്ടിലും ചരിത്രം കുറിച്ച തെക്കിന്റെ താരനായകൻ ആരാധകരുടെ ആവേശമായ മീനാടൻ സഖ്യവാരണ വീരൻ മീനാട് വിനായക, നിനക്കൊരായിരം സ്വാഗതം. താരങ്ങളും താരസൂര്യന്മാരും ആരവത്തോടെ പടിക്കെട്ടിറങ്ങുന്ന തിരുനക്കരയുടെ രാജവേദിയിലേക്ക് ഇനി ഇതാ ചുവട് വെച്ച് കടന്നു വരികയാണ് കിഴക്കേ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാന. പ്രൗഢി എന്നതിന് പകരമായി മാതൃക മലയാളം വാഴ്ത്തിപ്പാടുന്ന എണ്ണം പറഞ്ഞ എഴുന്നള്ളിപ്പാന. അതെ, വരികയാണവൻ തിരുനക്കരയുടെ പതിവുകാരൻ കോന്നിയുടെ മാനസപുത്രൻ വിശ്വവിഖ്യാതകരി ഇന്ദ്രകുല സേനാനി ഗജശ്രീ കോന്നി വകയാർ ചരിത്രം അച്ചു. വേറിട്ട ശൈലിയിൽ തന്നെ ആരാധകരെ അഭിവാദ്യം ചെയ്ത വർഷങ്ങളായി കൂടെയുള്ള സാരഥി വൈക്കം ചന്ദനത്തുകര വിപിന്റെ ഓണക്കൂർ വിനായകന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. ഐശ്വര്യത്തിന്റെ പ്രതിരൂപവും ആവേശത്തിന്റെ ഗതരൂപവും ആന കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. കോന്നിയുടെ മണ്ണിൽ പിറന്നു വീഴാതെ കോന്നിയുടെ മണ്ണിൽ തന്നെ പിച്ചവച്ച് വളർന്ന ഒരേ ഒരു വീരൻ. അതെ,
കാത്തുവച്ചിരിക്കുന്ന കരിവീര വസന്തം ആരാധഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ അഴകിന്റെ ആനരൂപം പ്രണവം ജപിച്ചു നിൽക്കുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കി തിരുവേറ്റുവാനൂരപ്പന്റെ ആറാട്ട് വാഹനമായി മാറിയവൻ തളിർവെറ്റിലകൾ എറിഞ്ഞു വീഴ്ത്തുന്ന ജനതയ്ക്ക് മുന്നിൽ പണിയെടുപ്പോടെ ഭഗവാനെ എഴുന്നള്ളിച്ചവൻ കോന്നിയിൽ ജനിക്കാതെ കോന്നിയിൽ വളർന്ന ഒരേ ഒരു വീരനായകൻ വിശ്വവിഖ്യാത വീരഹസ്തി ഈ ഭരാജ കേസരി ഗജശ്രീ കോന്നി വകയാർ ചൈത്രം അച്ചു മഹാദേവൻ ശതകോടികൾക്ക് അഭയം നൽകി വാഴുന്ന തിരുനക്കരയിൽ ഇതാ ഇത്തവണ പൂരത്തിന് ഇനി പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാളിയുടെ വരവ്. അതെ, തിരുനക്കരയുടെ പൂരഭൂമിയെ പുളകം കൊള്ളിക്കുവാൻ തന്റെ തൃപ്പാദകം മണ്ണിൽ ഉറപ്പിച്ചു വരികയാണവൻ. അക്ഷരനഗരിയുടെ ഐശ്വര്യമുള്ള കൊമ്പനും അക്ഷരലക്ഷം നാവുകളിൽ കൊണ്ട് പറയിപ്പിച്ചാണരുത്. അരണിയിൽ പ്രജാപതിയും ആരംഗത്തിലെ താരകനും താനെന്ന് തെളിയിച്ച വീരനായകൻ ഇതാ വീണ്ടും തിരുനക്കരയിൽ തന്റെ പാദസ്പർശം കൊണ്ട് പുളകിതമാക്കി കടന്നു വരുന്നു. ഈ ഭഗുല രാജസേനാനി ആരണ്യ പ്രജാപതി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. ഇതാ വീണ്ടും തിരുനക്കരയിൽ തന്റെ ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു സാധു. വർഷങ്ങളായി ഏറെയായി തന്നെ വഴി നടത്തുവാൻ സധൈര്യം വന്ന പ്രിയ സാരഥി മണിമല ബിരുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇത്തവണയും തിരുനക്കരയുടെ പൂരസാഗരത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ് സാധു. പഞ്ചപാണ്ഡവരിൽ അർജുനനെ പോലെ 5 കമ്പന്മാരിൽ അണകേഴുന്നവനായി പാപ്പാലപ്പറമ്പിൽ വാഴുന്ന സാധു വരവുകൊണ്ട് ഏതു മണ്ണിലും ചരിത്രം രചിച്ചു നിൽക്കുവാൻ പോകുന്ന ആരവത്തിന്റെ വീരനായകനായ സാധു ചരിത്രമുറങ്ങുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് കരുത്തുറ്റ കൊമ്പനായിട്ടിതാ വീണ്ടും അവതരിക്കുന്നു സാധു. ഈ ഭഗുല രാജകേസരി ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. അതെ, ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും നിറനിറയുന്ന തിരുനക്കരയുടെ വിശ്വാസ ഭൂമിയിലേക്ക് പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ വലത്തെ കൂട്ടാളിയായി വരികയാണവൻ. തികവും മികവും ഒന്നു ചേർന്ന് എണ്ണം പറഞ്ഞ കൊമ്പനായി പുതുപ്പള്ളി നാടിന് പെരുമ പകരുന്ന വീരപ്രമാണി ആനയായി പിറന്ന ആവേശം കൊണ്ട് വളർന്ന ആന കേരളത്തിന്റെ താരസിംഹാസനം കീഴടക്കിയ കോട്ടയം കൊമ്പൻ അക്ഷരനഗരിയുടെ മടിത്തട്ടൻ പൂരനഗരിയുടെ വിരിമാറൻ കടന്ന് കീർത്തിയുടെ സിംഹാസനം കീഴടക്കി നിന്ന രാജകുലപതി. അതെ, പൂരങ്ങളുടെ പൂരത്തിലിവൻ തിരുവമ്പാടിയുടെ വലത്തെ കൂട്ടാന പൂർണ്ണ ത്രയീസിന്റെ മണ്ണിലിവൻ സർവ പ്രൗഢിയുടെ ഗജനായകൻ ആനയടിയുടെ മണ്ണിൽ ആവേശത്തിന്റെ പ്രതിരൂപമായി എഴുന്നള്ളി നിന്നവൻ തിരുനക്കര ആനയൂട്ടിനും തികമാർന്ന താരമായി ഈ പടിക്കെട്ടിറങ്ങിയവൻ തിരുവൈക്കത്തപ്പന്റെ ഋഷഭവാഹനത്തിന്റെ ഇടത്തെ കൂട്ടുനിന്ന ചരിത്രമുള്ളവൻ. അതെ, പാലക്കാടൻ വേലകളുടെയും വേറിട്ട കുമ്മാട്ടികളുടെയും തിടമ്പാന ഗീത പലരും പറയുന്നതിനും അപ്പുറം പ്രൗഢിയുടെ രാജഗീതിയുണ്ടെന്ന് തെളിയിച്ച പാപ്പാലപ്പറമ്പിന്റെ കൊമ്പനാന ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. അടങ്ങാത്ത ആവേശമായി പുരുഷാരം കാത്തിരിക്കുമ്പോൾ ഈ ഗീത ദേവരുടെ ഗോപുരവാതിൽ തുറന്ന് അവതരിച്ചിരിക്കുന്നു. തിരുനക്കര പൂരത്തിന്റെ കിഴക്കേ ചേരുവാരത്തെ നയിക്കുവാൻ നായകൻ വരികയാണ് കൂട്ടരെ. അതെ, നാടെങ്ങും നിറയുന്ന ആഘോഷത്തിന് നടുവിൽ ആവേശത്തിന്റെ ഗജഭേരി മുഴക്കിക്കൊണ്ട് വരികയാണ് കൂട്ടരെ. അക്ഷരമൂർത്തിയുടെ മണ്ണിലെ ആൺകൂട്ടി തട്ടകം ഭരിക്കേണ്ടുന്ന കേമനായി തർക്കമില്ലാത്ത നായകത്വവുമായിട്ടിതാ കടന്നു വരികയാണവൻ. 8 ദിക്കിലും കീർത്തി കേട്ട 7 പൊന്നാനിയുടെ നാട്ടുകാരൻ അഷ്ടമൂർത്തികളെ മുട്ടുകുത്തി തൊഴുന്ന അഘോരമൂർത്തിയുടെ ആര്യമ്മൽ പുത്രൻ കിഴക്കേ ചേരുവാരത്തിന്റെ പൂരനായകൻ ഏകരുദ്ര പ്രജാപതി ത്രിലോക ചത്രാധിപതി ഗജതിലകൻ യജ്ഞാനൂർ പുഷ്പശ്രീ ശങ്കരാചാര്യ. ഇതാ വരികയാണ് തനിക്കുതാൻ പോകുന്ന സാരഥിയായി കൂടെയുള്ള ചങ്ങനാശ്ശേരി നന്ദുവിന്റെയും വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ പൂരാവേശം ശിലകളിൽ ആവാഹിച്ച് പടിഞ്ഞാറെ ചേരുവാര
നയിക്കുവാൻ വരികയാണവൻ. അതെ, പൂരം നയിക്കുവാൻ യോഗ്യതയുള്ള ആൺകുട്ടികൾ ആനക്കോട്ടയത്ത് തന്നെയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിതാ കടന്നു വന്നു നിൽക്കുന്നു ശങ്കരൻ കുട്ടി. ശങ്കയില്ലാത്ത പോരാട്ടങ്ങൾ കൊണ്ടും മികവിന്റെ ചന്ദ്രഹാസം കൊണ്ടും ആന കേരളത്തിന്റെ താരസിംഹാസനം സ്വന്തമാക്കിയ ശങ്കരൻ കുട്ടി. തമ്പുരാക്കന്മാർ മാത്രം ഒരുങ്ങിയ വേദികളിൽ ചങ്കൂറ്റത്തിന്റെ നേർരൂപം കാണിച്ചുകൊണ്ട് താരമായ ശങ്കരൻ കുട്ടി. ഉദിച്ചു നിൽക്കുന്ന പൂരങ്ങളിൽ ശിരസുകൾ ഉദിച്ചുകൊണ്ട് ഉദയ സൂര്യന്റെ പ്രഭയോടെ അഘോരമൂർത്തിയുടെ തിരമ്പേറ്റാൻ നിയോഗം കിട്ടിയ ശങ്കരൻ കുട്ടി. ശ്രീ പൂർണ്ണത്രയീശന്റെ തിരുസന്നിധാനത്തിൽ തികവാർ ആനച്ചന്തത്തിന്റെ മികവ് കാണിച്ചു കൊടുത്ത ശങ്കരൻ കുട്ടി. ആനയടി ഗജവേളയടക്കം പേരുകേട്ട വേദികളിൽ പെരുമയുടെ തേരോട്ടം കാണിച്ചു കൊടുത്ത അതേ ശങ്കരൻ കുട്ടി. അതെ, വടക്കൻ പടക്കളങ്ങളിൽ തന്നോട് മുട്ടി നിൽക്കുവാനും തന്റെ ചരിത്രത്തിൽ എതിരഭിപ്രായം പറയുവാനും ആണായി ജനിച്ചവർ ആരുമില്ലാത്ത ശങ്കരൻ കുട്ടി. എതിർവാക്കുകൾ പറഞ്ഞവരെ പോലും എതിരില്ലാത്ത പോരാട്ടം കാണിച്ചു കൊടുത്ത് തന്റെ നാമം വാഴ്ത്തി പാടിച്ച ചരിത്രമുള്ള ശങ്കരൻ കുട്ടി. ഇതാ ഈ മണ്ണിൽ ചരിത്രം കുറിച്ച് കിഴക്കേ ചേരുവാരത്തിന്റെ പട നയിക്കുവാൻ വരികയാണ് ശങ്കരൻ കുട്ടി. ഇവൻ ശരഭമൂർത്തിയായ ഏറ്റുമാനൂരപ്പനെ സാക്ഷിയാക്കി ത്രിലോക ചക്രാധിപതി പട്ടം ചൂടിയ തമ്പുരാൻ തിരുനക്കര തേവരുടെ തിരുവുത്സവ സുദിനത്തിൽ ഭഗവാന്റെ തിരമേറ്റി ആവേശത്തിന് തുടക്കം കുറിച്ച താരനായകൻ. പൂരം നയിക്കുവാൻ ഭഗവാൻ നിയോഗിച്ചപ്പോൾ താരമായി തന്നെ വരുവാൻ തീരമടിക്കാത്ത ശങ്കരൻ കുട്ടിയിതാ കിഴക്കേ ചേരുവാരത്തിന്റെ പട നയിക്കുവാൻ പ്രൗഢിയുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണവൻ. യഗരുദ്ര പ്രജാപതി ഗജതിലകൻ ഉഷശ്രീ ശങ്കരൻ കുട്ടി. അറിയിച്ചുള്ളത് എഴുന്നള്ളി ഇറങ്ങി നിൽക്കുന്ന പരിശീലന്മാർക്ക് എത്രയും പേരും സമയം അറിയിച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു. ഇനി ഇതാ പൂരം നയിക്കുവാൻ നായകൻ വരികയാണ് മക്കളെ. അതെ, 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ആനന്ദ നടരാജമൂർത്തിയുടെ തടമ്പേറ്റിക്കൊണ്ട് അവൻ വരികയാണ് മക്കളെ. വളരെ കാലത്തിന് ശേഷം എന്റെ മനസ്സിലേക്ക് ഒരു അതിഥിയെത്തി. എന്റെ മനസ്സിലേക്ക് സ്വാഗതം, തേവരുടെ മണ്ണിലേക്ക് സ്വാഗതം. അതെ, 6 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ പടനായകന് സ്വാഗതം. കാതു കൂർപ്പിച്ചുകൊണ്ട് ഈ ആരവം കേൾക്കുക കാതുകളെ. അസതിക്കാലരും അസമുടി കായൽക്കരയിൽ
അതെ, ആരാണിവനെന്നും ആവേശത്തിന്റെ നായകനെന്നും തിരിച്ചറിഞ്ഞ ജനതയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് തിരുനക്കര പൂരത്തിന്റെ ഈ വർഷത്തെ നായകൻ. താൻ വരുന്നതും തന്റെ പാദം പതിയുന്നതും പറഞ്ഞു പാടാനും പകർത്തി എഴുതുവാനും കഴിയുന്ന ചരിത്രമാക്കി മാറ്റി മടങ്ങുന്ന തെക്കിന്റെ വല്യാന തൃക്കടവൂരപ്പന്റെ ചന്തമുള്ള നാടൻ കൊമ്പനാന. പലനാടും പേരെടുത്ത് പ്രൗഢി പകരുവാൻ കടവൂരിൽ വരുന്ന കലിയുഗ പ്രമാണി ദേശിന്റെ നാടിന്റെ ഒന്നാമൻ ഏക സഖ്യ ശ്രേഷ്ഠാധിപതി തെക്കിന്റെ ദേവർ തൃക്കടവൂർ ശിവരാജു. അതെ, ആഘോഷമൊരുങ്ങി നിൽക്കുന്ന നേരത്തിന ആവേശം നിറയ്ക്കുവാൻ ആണുങ്ങളിലാണ് ഇവിടെ അവതരിക്കുകയാണ്. ആരെന്നാൽ അത് ദേവരെന്നുത്തരം, ആവേശമെന്നാൽ അത് സത്യസൗന്ദര്യമെന്ന് ഉദാഹരണം. അതെ, മാരനേറ്റുന്ന മൂന്നാം തൃക്കണ്ണുമായി തൃക്കടവൂരിൽ വരുന്ന മഹാദേവരുടെ മാനസപുത്രൻ ശിഷ്ടകാല ഭക്ഷമുടി കായൽക്കരയിൽ ആടരുത്തനായി വിരാജിക്കുവാൻ അയ്യപ്പന്റെ മണ്ണിൽ അവതാരം കൊണ്ടവൻ വരവറിയിച്ച കാലം മുതൽ ഇരുകയും നീട്ടി സ്വീകരിച്ച പൂര മലയാളത്തിന്റെ സ്വന്തം ദേവർ ആവോളം അഴകിൽ അതിനെ കളവും തികഞ്ഞ കേരളത്തിന്റെ നാട്ടുരാജാവ് സാക്ഷാൽ തെക്കിന്റെ ദേവർ ഭൈരവ രൗദ്രപ്രിയ ഗജാധിപതി ഗജരാജമന്നാടിയ തൃക്കടവൂർ ശിവരാജു. തൃക്കടവൂരപ്പന്റെ പെരുമ മാലോകം ഒഴുക്കിയ മാതംഗ ഗജരാജ പ്രജാപതി കോടി ജനതയുടെ മാനസം കീഴടക്കുവാൻ കോന്നിയുടെ വാടിത്തട്ടിൽ ബാലപാഠങ്ങൾ പഠിച്ചുറങ്ങിയ പടനായകൻ അടവ് പഠിപ്പിക്കാൻ വന്നവരെ അടക്കം ധരിച്ച് കേരളത്തിന്റെ അഭിമാനമായി മാറിയ തിരുവിതാംകൂർ വല്യാന. അങ്ങ് തെക്കൊരു തട്ടകമുണ്ടെന്നും ആ തട്ടകത്തിനൊരു നാട്ടുരാജാവുണ്ടെന്നും കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരു കടവൂരാൻ. അതെ, തിരുനക്കര ദേവരുടെ ശിരസിൽ എഴുന്നള്ളിച്ചുകൊണ്ട് കരുത്തിന്റെ നായകനായി കടന്നു വരികയാണവൻ. ലക്ഷണ തികവിന്റെ മൂർധന്യതയിൽ അക്ഷരം തെറ്റാത്ത അധിനിവേശം രചിച്ച സഖ്യ രാജകുലപതി ഒരുങ്ങിയിരിക്കുന്ന ആവേശങ്ങൾക്ക് നടുവിൽ ഒന്നാന്തര വാണത്വത്തിന്റെ നേരൂപമായി അവതരിക്കുന്ന താരക ബ്രഹ്മം തെക്കാനയടിയിലും വടക്ക് പാർക്കാടിയിലും രചിച്ച ചരിത്രമുള്ള നേരൂപം ഉദിച്ച സൂര്യനെയും മറച്ചു നിർത്തുന്ന തലക്കുന്തികൊണ്ട് ആവേശം തുടരുന്നവൻ. എല്ലാം പറഞ്ഞ സിംഹാസനത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പട്ടങ്ങൾ ചൂടി വാഴുന്ന തെക്കിന്റെ ദേവ്. ഉത്തരം വേണ്ടവർക്ക് ഇത്രയും നല്ല മറുപടി കൊടുക്കാനില്ലെന്ന് തെളിയിച്ചുകൊണ്ടിതാ കടന്നു വരികയാണവൻ. കാണുക കണ്ണുകളെ, കണ്ണും മനസ്സും നിറച്ച് തിരുനക്കരയുടെ മുന്നിൽ അവതരിക്കുകയാണവൻ. 8 നാടും കടന്ന് കീർത്തിയുടെ പടച്ചട്ടയണിഞ്ഞ കടവൂരാൻ സാക്ഷാൽ തൃക്കടവൂരാൻ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. അണിനിരത്തിയിരിക്കുന്ന മുഴുവൻ ഗജവീരന്മാരെയും തലയെ കെട്ടി പൂരത്തിന് വേണ്ടി ഒരുക്കി നിൽക്കണമെന്ന് ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സിനോട് അറിയിക്കുകയാണ്. നാടടക്കി മാറ്റുവാൻ നായകന്റെ സ്ഥാനത്ത് നിൽക്കുവാൻ ആന കേരളം വൈകിട്ട്
ഒരുപാട് സന്തോഷം. കഴിഞ്ഞ 6 വർഷമായി തിരുനക്കര പൂരത്തിൽ നിറസാന്നിധ്യമായി ഇറങ്ങി വരുന്ന ഓരോ കരിവീരനെയും വർണ്ണിക്കുവാൻ ഇവിടെ വേദി ഒരുക്കി തരുന്ന ഭഗവാന് തിരുനക്കര തേവരുടെ പാതാരബിന്ദങ്ങളിൽ 1000 പ്രണാമങ്ങൾ. ഒപ്പം അതിനുവേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾക്ക്, ഉപദേശക സമിതി ഭാരവാഹികൾക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ മനോഹരമായ പൂരസമസ്യയിൽ ശബ്ദമിശ്രണ സംവിധാനങ്ങൾ ഒരുക്കി മനോഹരമാക്കിക്കൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഗിരീഷ് സൗണ്ട്സിലെ മുഴുവൻ പ്രവർത്തകർക്കും ഗിരീഷിനും ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഒപ്പം സലിം സൗണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ സലിം സൗണ്ട്സ് വൈക്കം, ഈ പൂരപ്പറമ്പുകൾ മുഴുവൻ നിറച്ച ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കി നൽകിയ ഗിരീഷ് സൗണ്ട്സിനും സലിം സൗണ്ട്സിനും ഞങ്ങളുടെ ആത്മാർത്ഥമാകുന്ന നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ നൽകിയ ആരവങ്ങൾക്ക് 1000 നന്ദി, സ്നേഹത്തിന് 1000 നന്ദി. മറ്റൊരു പൂരപ്പറമ്പുകളിൽ വീണ്ടും കാണാം, കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ 2018 തെച്ചിക്കോടൻ വന്നിറങ്ങിയ മണ്ണിൽ ഇവിടെ നിന്നും ആരംഭിച്ച ഗജവിവരണം ഇവിടെ എത്തി നിൽക്കുമ്പോൾ 1000 സന്തോഷം. മുഴുവൻ ആനപ്രേമികൾക്കും കൂട്ടുകാർക്കും സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് തൽക്കാലം. ഞാൻ ശൈലേഷ് വൈക്കം. ഒപ്പം അക്ഷരലോകത്തിൻ്റെ ആനക്കമ്പക്കാരനായി എന്നും അക്ഷരക്കൂട്ടങ്ങളുമായി ഗജവിവരണത്തിനായി അക്ഷരം സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഖിൽ ഷാജി 50 ഇവിടെ BGM ഒരുക്കി നൽകിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നും കൂടെ നിൽക്കുന്ന കണ്ണൻ ശ്രീകുമാർ പരിമണം, വൈക്കം ശ്രീകാന്ത്, എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മറ്റൊരു സ്ഥലത്ത് കണ്ടുമുട്ടാം, മറ്റൊരു പൂരഭൂമിയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ തിരുനക്കര തേവരുടെ പാതാരബിന്ദങ്ങൾ സർവവും സമർപ്പിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാകപ്പിഴകളെല്ലാം പൊറുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1000 പ്രാർത്ഥനകളോടെ വിടവാങ്ങുന്നു. ശൈലേഷ് വൈക്കം.